എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഈ പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങളെ യുണൈറ്റഡ് മൂവ്മെൻറ്റ് ഫോർ സേവ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞ് ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു പബ്ലിക് ഹെൽത്ത് ആക്ട് വന്നതിൽ ഒരുപാട് അപാകതകൾ പൊതുജനങ്ങൾക്ക് അഫക്റ്റ് ചെയ്യുന്നതായിട്ടും ആയുഷ് സിസ്റ്റങ്ങൾക്ക് അഫക്റ്റ് ചെയ്യുന്നതായിട്ടുണ്ട്. എസ്പെഷ്യലി ഹോമിയോപ്പതി സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, വളരെ സിമ്പിളായിട്ട് പൊതുജനങ്ങൾക്ക് ചികിത്സ എടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. അതിനൊക്കെ ഒരുപാട് കൂച്ചുവിലങ്ങൾ ഇട്ടുകൊണ്ടുള്ള ഒരു ഇതാണ് ഈ പബ്ലിക് ഹെൽത്ത് ആക്ടിൽ പറയുന്നത്. അപ്പോൾ അതിനെതിരെ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അത് പബ്ലിക്കിനൊരു അവയർനെസ് കൊടുക്കുകയും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിനുവേണ്ടി ഞങ്ങൾ നോർത്ത് സോണിലൊരു മീറ്റിംഗ് നടത്തി കോഴിക്കോട്, പിന്നെ അത് കഴിഞ്ഞ് സെൻട്രൽ സോണിൽ എറണാകുളത്തൊരു മീറ്റിംഗ് നടത്തി. നാളെ ഞങ്ങൾ സൗത്ത് സോണിൽ YMCA ഹാളിൽ വെച്ച് നാളെ രാവിലെ 10 മണിക്ക് ഒരു സൗത്ത് സോണിൻ്റെ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഉള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇതിൽ ഞങ്ങൾ പങ്കെടുക്കുന്ന ട്രിവാൻഡ്രത്തെ ഈ സൗത്ത് സോണിൻ്റെ കോർഡിനേറ്റേഴ്സാണ്. അതിൽ ആദ്യമായി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡോക്ടർ ജോസ് ഐസക്. പുള്ളി ട്രിവാൻഡ്രം ഹോമിയോ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർഡ് വോളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങിയ ഒരു പ്രൊഫസറാണ്. അടുത്തത് ഡോക്ടർ അനിൽകുമാർ. പുള്ളി ട്രിവാൻഡ്രത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് പ്രാക്ടീഷണറാണ്. സ്റ്റാച്യൂവിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ ഡോക്ടർ സാമുവൽ P. ജോൺ. പുള്ളിയും ട്രിവാൻഡ്രത്ത് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ ഡോക്ടർ ഭാഗ്യലക്ഷ്മി. ഞങ്ങൾ ഭാഗ്യലക്ഷ്മി ചേച്ചി എന്നാണ്, ഭാഗ്യ ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർ ട്രിവാൻഡ്രത്ത് മരുതക്കാട് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ കണിയാപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. ഡോക്ടർ ഷഫീഖ്. ഇതിൻ്റെ വിഷയ അവതരണത്തിനായിട്ട് ഞാൻ ഡോക്ടർ ജോസ് ഐസക്കിന് മൈക്ക് കൈമാറുകയാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഈ കേരള പബ്ലിക് ഹെൽത്ത് ആക്ട്, അതിനെക്കുറിച്ച് ചില പരാതികൾ മറ്റെല്ലാ ആയുഷ് വിഭാഗങ്ങൾക്കും ഉള്ള പോലെ ഞങ്ങൾക്കുമുണ്ട്. അതിൻ്റെ ദക്ഷിണ മേഖലാ സമ്മേളനം നാളെ നടക്കുകയാണ്. അതിനു മുമ്പ് ഇതിനെക്കുറിച്ച് പലപ്പോഴും ഒരു വ്യക്തമായ ധാരണ പലയിടത്തും എത്തിയിട്ടില്ല. നിയമസഭയെ പോലും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു വാക്കൗട്ടിൻ്റെ ഇടയ്ക്ക് 1 മിനിറ്റ് കൊണ്ട് പാസ്സാക്കിയ ഒരു ആക്റ്റാണ്. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭാവിയിൽ എല്ലാവരെയും, സാധാരണ ജനങ്ങളെയും എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്നാമതായിട്ടുള്ളത്, ഈ നമുക്കറിയാം കൊറോണ വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ. അന്ന് ആദ്യം ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റു വൈദ്യശാസ്ത്രങ്ങളൊന്നും ഇത് ചികിത്സിക്കാൻ പാടില്ല എന്ന് സർക്കുലർ ഇറക്കി. ഈ പറയുന്നവർക്ക് മരുന്ന് ഇല്ലായിരുന്നു, പക്ഷെ മറ്റു വൈദ്യശാസ്ത്രങ്ങൾ ചികിത്സിക്കാൻ പാടില്ല. അപ്പോൾ അത് അന്ന് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയുടെ കാര്യങ്ങളിൽ വന്ന കാര്യമാണ്. ആ എക്സ്പേർട്ട് കമ്മിറ്റിയാണ് എല്ലാ നിർദ്ദേശങ്ങളും ആ സമയത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കറിയാം പല കാര്യങ്ങളും ചെയ്തതെല്ലാം ഇന്നിപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊരു ലോകത്തിലെ ഏറ്റവും നല്ല കോമഡിയായിരുന്നു. അത് കേരളത്തിലാണ് ഏറ്റവും ഗംഭീരമായിട്ട് നടപ്പാക്കിയത്. മറ്റ് സ്ഥലങ്ങളിലൊന്നും, നമ്മൾ തമിഴ്നാട്ടിലോ മറ്റ് സ്ഥലങ്ങളിലോ ഒന്നും പോയാൽ ഇതില്ല. പക്ഷേ ഏറ്റവും അധികം ആൾക്കാർ മരിച്ചതും കേരളത്തിലാണ്. ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ സ്റ്റേറ്റ് ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചതും ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനവും നമ്മുടേതാണ്, ഇന്ത്യയിൽ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്ന് ഈ എക്സ്പേർട്ട് കമ്മിറ്റി എന്തായിരുന്നോ, അന്നൊരു ആക്ടിൻ്റെ ബേസിലല്ലായിരുന്നു, അന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയായിരുന്നു. ആ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളെല്ലാം കൂടി ഇപ്പോൾ ആക്റ്റായിട്ടും മാറ്റിയിരിക്കുകയാണ്. അത് ഞങ്ങളിതിനെക്കുറിച്ച് 2022 തന്നെ പലപ്പോഴും നമ്മുടെ കമ്മിറ്റി, നിയമസഭാ കമ്മിറ്റിയെ കാണുകയും പല കാര്യങ്ങളും ചെയ്യുകയുണ്ടായി. പക്ഷേ എന്തെല്ലാം ചെയ്തെങ്കിലും നിയമസഭയിൽ വരുമ്പോൾ ഇതിനൊരു ചർച്ചയുണ്ടാകുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത്. ഒരു ചർച്ചയുണ്ടായില്ല. പ്രതിപക്ഷ വാക്കൗട്ടിൻ്റെ ഇടയിൽ ഇത് പാസ്സായിപ്പോയി. അപ്പോൾ പിന്നീട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇതിനകത്ത് കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇന്നിപ്പോൾ നമുക്കറിയാം, കേരളം ഇന്ന് ഏത് പകർച്ചവ്യാധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ലോകത്ത് എവിടെ പകർച്ചവ്യാധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളമാണ് ഇതിൻ്റെ ഹബ്ബെന്ന് ഇപ്പോൾ രീതിയിലാണ്. ഇപ്പോൾ മങ്കി പോക്സ് എന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത് കേരളത്തിലാണ് എന്ന് പറയുന്ന പോലെ, ഏതെങ്കിലും ഒരു സംഭവം ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ പകർച്ചവ്യാധി കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള നടപടികളുള്ളൂ. ഈ നടപടികളിലെല്ലാം നമ്മൾ ശരിക്കും അതിനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ, ഇന്നലെ വരെയുള്ള പല പകർച്ചവ്യാധികളുടെയും നടപടിക്രമങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇതിപ്പോൾ എവരി കലാമിറ്റി ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുക.
അതിനെ മുതലെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു തെറ്റായ ഒരു രീതിയാണ്. ഇതിൽ ആദ്യം ചെയ്യുന്നത് കൊറോണ സമയത്ത് ചെയ്ത പോലെ ആയുഷ് വിഭാഗങ്ങൾ ചികിത്സിക്കാൻ പാടില്ല എന്ന് സർക്കുലർ ഇറക്കിയത്. അത് പിന്നീട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ഇത് മാറ്റിക്കുകയുണ്ടായി. കാരണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും അധികം പ്രിവെൻറ്റീവും ജനങ്ങൾ ഉപയോഗിച്ചത് ഹോമിയോപ്പതിയാണ്, ഗവൺമെൻറ് തലത്തിലും അല്ലാത്ത തലത്തിലും. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെയൊരു ആക്ട് ഉണ്ടായി. ഈ ആക്ട് എന്ന് പറയുന്നത് കൂടുതലും പ്രാവർത്തികമാക്കുന്നത് ഏതെങ്കിലും ഒരു എപ്പിഡമിക്ക് നമ്മുടെ സംസ്ഥാനത്ത് വന്നാണ്. ഇന്നിപ്പോൾ എപ്പിഡമിക്കിൻ്റെ തന്നെ നിർവചനം മാറ്റിയിരിക്കുകയാണ്. 4 പേർക്ക് ഒരു അസുഖം വന്നാലും അത് എപ്പിഡമിക് ആകാം എന്നുള്ള അവസ്ഥയിലായി. പണ്ട് അതായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ നിപ്പ കഴിഞ്ഞു, ഡെങ്കു കഴിഞ്ഞു, ചിക്കൻ ഗുനിയ വന്നു, അതിനുശേഷം മങ്കി പോക്സ് ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. അപ്പോൾ ഇതിലെല്ലാം ഇനി വരുന്ന കാര്യങ്ങൾ ഈ ആക്ട് അനുസരിച്ചുള്ള നടപടിക്രമങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അതാണ് നമ്മളുടെ ആശങ്ക. കാരണം ഇതിനകത്ത് ആദ്യം പറയുന്നത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ച് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും ഒരു എപ്പിഡമിക് ഇവിടെ വന്നാൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ അവർക്കാണ് അധികാരം. ഒരു എന്താണ് ആരോഗ്യ അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് ഈ ആക്ടിൽ പറയുന്നത്. ഇതിൽ മറ്റ് ആയുഷ് വിഭാഗങ്ങൾ എന്ന് വെച്ചാൽ അലോപ്പതി വിട്ടിട്ട്, കാരണം നമ്മളിത് പറയുമ്പോൾ 2000 മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ആയുഷ് മിനിസ്ട്രി ഉണ്ടാക്കി. അതിനും 10 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ ഒരു ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുകയും ഒരു IAS ഓഫീസറുടെ കീഴിൽ അല്ലെങ്കിൽ ആയുഷ് സെക്രട്ടറി എന്ന് പറഞ്ഞൊരിതുണ്ടായി. അപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന റൂൾ അനുസരിച്ച് അലോപ്പതി DMOയ്ക്കാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം സെപ്പറേറ്റ് ഒരു ആയുഷ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിനൊരു സെക്രട്ടറി ഉണ്ട്, അതിന് ഡയറക്ടറുണ്ട്, ഇതെല്ലാം ഉണ്ട്. ആയുഷ് എന്ന് പറയുമ്പോൾ ഹോമിയോപ്പതി മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആയുർവേദവും യുനാനിയും സിദ്ധയും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തിരിക്കുന്നവർക്ക് പോലും ചികിത്സിക്കാൻ പാടില്ല. അതെ, അതിൻ്റെ പലപ്പോഴും ഞങ്ങൾക്കൊരു പ്രശ്നം, നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായിട്ട് വരുന്നത് പലരും MBBS കഴിഞ്ഞ് IAS പാസ്സായവരാണ്. അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം MBBS ഇല്ലാത്ത IAS ഇവിടെ ഇല്ല എന്നുള്ളതാണോ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. എന്നും IAS അത് MBBS പാസ്സായ ഡോക്ടർമാരാണ് ഈ ആയുഷിൻ്റെ തലപ്പത്ത് എപ്പോഴും വരുന്നത്. അത് ഹെൽത്ത് സർവീസിൽ പോലും അങ്ങനെയില്ല. പക്ഷേ ഞങ്ങളുടെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇതൊരു നിർബന്ധമാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതൊരു കൂച്ചുവിലങ്ങിടലാണ്. കാരണം ഇതൊരു വിഭാഗത്തെ മൊത്തമായി കടന്നതിൽ നിന്ന് മാറ്റി ആയുഷിന് പ്രത്യേക മിനിസ്ട്രിയും ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാക്കിയിട്ട് അതിനുശേഷം അവരെ ഇതിന് കീഴിൽ കൊണ്ടുവരുന്ന ഒരു ആക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഈ ജനങ്ങൾക്ക് ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിഷേധിക്കുക. നമുക്കറിയാം, ഈ രാജ്യത്ത് നമ്മുടെ എല്ലാ സർവേ അനുസരിച്ചും ഏതാണ്ട് 58% ആൾക്കാർ എല്ലാ വിഭാഗങ്ങളിലും പോകാറുണ്ട് ഓരോ കാര്യങ്ങൾക്ക്. അവർക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചികിത്സാ രീതി തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അവകാശം. അത് ചില സമയത്ത് അവർ ആയുർവേദത്തിൽ പോകും, ചില സമയത്ത് ഹോമിയോപ്പതി ചെയ്യും, ചില സമയത്ത് അലോപ്പതിയും ചെയ്യുന്നു. 58% അതാണ്. അപ്പോൾ പിന്നെ മറ്റൊരു വിഭാഗമുണ്ട്, പലപ്പോഴും ചില ചികിത്സാ രീതികൾ അവർക്ക് പറ്റാത്തതുകൊണ്ട് അവർ മറ്റ് ചികിത്സാ രീതി തേടിപ്പോകുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് മാറാത്തവർ. ഫസ്റ്റ് നമുക്കറിയാം, അലോപ്പതിയിൽ മാറാത്തവരാണ് മറ്റ് ആയുഷ് സിസ്റ്റങ്ങളിൽ കൂടുതലും ആശ്രയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ ഈ ചികിത്സ ഏത് ചികിത്സ എടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള ആ പൗരൻ്റെ അവകാശം ഇല്ലാതാക്കുക ഇതിനകത്ത്. ഇത് നേരത്തെ ഉണ്ടായിട്ടുണ്ട് കൊറോണ സമയത്ത്. അതുകൊണ്ടാണ് ഞങ്ങളിത് പ്രത്യേകം പറയുന്നത്. കാരണം ഇത് പല ആൾക്കാരും പറഞ്ഞു ഇത് ആക്ട് കാണുമായിരിക്കും, പക്ഷേ ഇതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തല്ലോ. കോവിഡിൻ്റെ സമയത്ത് മറ്റൊന്നും ചികിത്സിക്കാൻ പാടില്ല. ഒരാൾക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ ഇത് ഡോക്ടർമാർക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ മറ്റ് ആയുഷ് വിഭാഗങ്ങൾ. ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം, ഈ ആയുഷ് വിഭാഗങ്ങളെന്ന് പറയുന്നതിൽ അവരും 5.5 വർഷത്തെ ഡിഗ്രി പാസ്സായി, 3 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇപ്പോൾ 3 വർഷത്തെ PhD കഴിഞ്ഞവരാണ് പലരും. അപ്പോൾ ഇവർ ഈ പറയുന്ന 5.5, 3, 8.5, 11.5 വർഷത്തോളം പഠിച്ചിട്ട് ഒരു പനി വന്നാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളിത് റിപ്പോർട്ട് ചെയ്യുക. ഒരു റിപ്പോർട്ടർ മാത്രമായിട്ട് ഈ ആയുഷ് വിഭാഗത്തിലുള്ള ഡോക്ടർമാരെ മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അത് അവർക്ക് മരുന്നുണ്ടോ എന്നുള്ളതല്ല, മരുന്നില്ല എങ്കിൽ പോലും ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഏതാണ്ട് 54ഓളം അസുഖങ്ങളെ ഈ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. എപ്പോൾ വേണേലും ഇതിലേത് വന്നാലും നമുക്ക് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അതിനെന്ത് തീരുമാനങ്ങൾ എടുക്കാനും എല്ലാ അതോറിറ്റിയും ഇവർക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഈ പബ്ലിക് ഹെൽത്ത് ഓഫീസറാണ് ഇതിൻ്റെ ഏറ്റവും ചാർജുള്ള ആൾ.
അതാത് ഡിസ്ട്രിക്റ്റിലെ പബ്ലിക് ഹെൽത്ത് ഓഫീസർ. ഈ പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന് പറയുന്നത് അലോപ്പതി DMO ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിൻ്റെ DMO ആണ്, മെഡിക്കൽ ഓഫീസർ. അതുപോലെ തന്നെ ഇതിന് കുറേ കമ്മിറ്റികൾ വെച്ചിട്ടുണ്ട്, പല കമ്മിറ്റികൾ. കാരണം അതിൻ്റെ പല പല ഇതുകൾ കമ്മിറ്റികളിൽ വരുമ്പോഴും ഇതിനകത്ത് നാമമാത്രമായ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമേ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളൂ. കാരണം അധികാരങ്ങൾ മുഴുവനും ഹെൽത്ത് സർവീസിനും മറ്റ് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് മുകളിൽ അവർക്ക് അധികാരങ്ങൾ കൊടുക്കുകയാണ്. അവിടെയാണ് ഇതിൻ്റെ ഒരു തകരാറ്. കാരണം ഇന്നലെ വരെ ഈ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയത് തന്നെ ഇതിൽ നിന്ന് മാറ്റി അവർക്ക് നല്ലതായി ചികിത്സിക്കാനും വികസിക്കാനും ഉള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ടാണ് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയത്. പക്ഷേ ഈ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റും ആയുഷ് സെക്രട്ടറിയും എല്ലാം ഉണ്ടെങ്കിൽ പോലും റിപ്പോർട്ട് ചെയ്യേണ്ടത് DMO ഹെൽത്ത് സർവീസ് DMO. ഇതാണ് വേറൊരു പ്രശ്നം. അതേപോലെ തന്നെ ഇതിൽ ഈ വിദഗ്ധ സമിതികൾ എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ബിൽ വ്യവസ്ഥയിൽ നിയമനം ചെയ്യുന്നു. ഈ സമിതികളിലെല്ലാം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ആയുഷ് വിഭാഗങ്ങൾക്ക് തുല്യമായ പ്രാതിനിധ്യം നൽകുക. ഇതിപ്പോൾ പ്രാതിനിധ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാൾക്കോ രണ്ടാൾക്കോ പ്രാതിനിധ്യം ഉണ്ടായി. ഒരു മീറ്റിങ്ങിൽ നമുക്കറിയാം 30 പേരിരിക്കുന്ന മീറ്റിങ്ങിൽ 2 പ്രാതിനിധ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സമിതികളുണ്ടാക്കുമ്പോൾ എല്ലാ വിഭാഗത്തിനും തുല്യ പ്രാതിനിധ്യം കൊടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. വേറൊരു കാര്യം, ഇന്ന് നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഹോമിയോപ്പതി ഒരു എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ 1200 ഡിസ്പെൻസറികളാണ്. അതേസമയം 15,000 ഡോക്ടർമാരാണ് രജിസ്റ്റേർഡ് ഡോക്ടേഴ്സ് ഉള്ളത്. രജിസ്റ്റേർഡ് നമ്മുടെ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഏതാണ്ട് ഒരു 10% താഴെയാണ് ഗവൺമെൻറ് ഡോക്ടർമാർ. ബാക്കി 90% പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ഈ ബില്ലിൽ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർക്കും ഒരു പ്രാതിനിധ്യവും ഇല്ല. കാരണം നമുക്ക് മനസ്സിലാകുന്നത് എന്ന് വെച്ചാൽ ഈ 10% വരുന്ന ഗവൺമെൻറ് ഡോക്ടർമാർക്ക് മാത്രം പ്രാതിനിധ്യവും 90% വരുന്ന പ്രൈവറ്റ് ഡോക്ടർമാരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ബില്ലെന്ന് പറയുമ്പോൾ ഇതൊരു സമഗ്രമായ പബ്ലിക് ഹെൽത്ത് ബില്ലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, മറ്റൊരു സ്റ്റേറ്റിലും, ഇന്ത്യയിലുള്ള മറ്റൊരു സ്റ്റേറ്റിലും ഇത്തരത്തിലൊരു ബില്ല് പാസ്സാക്കിയിട്ടില്ല. ഇവിടെ ഇത് കൊറോണയുടെ എന്താണോ ചെയ്തത് അത് അതുപോലെ തന്നെ എടുത്ത് ബില്ലാക്കി വരികയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് പറയാനുള്ളത്, ഈ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് കണക്കാക്കി ഈ ബില്ലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എത്രയും വേഗം വരുത്തിയില്ലെങ്കിൽ ഇത് അടുത്ത എപ്പിഡമിക്ക് വരുമ്പോൾ, കാരണം ഇന്ന് കേരളം എപ്പിഡമിക്കിൻ്റെ എല്ലാവരും ഹബ്ബാണ്. അതേപോലെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കിടക്കുന്ന ഈ കോലാഹലങ്ങൾ കൊണ്ട് ഇവിടുത്തെ ബിസിനസ് പലരും തകരുന്നുണ്ട്, ടൂറിസം തകരുന്നുണ്ട്. നമുക്കറിയാം ടൂറിസം സീസൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം അത് മങ്കി പോക്സിൻ്റെ കേന്ദ്രം കേരളമാണെന്ന് പറയും. ഞാനൊരു 2 ആഴ്ച മുമ്പ് റഷ്യയിലായിരുന്നു, മോസ്കോയിലായിരുന്നു. ഒരാളെന്നോട് ചോദിച്ചു കേരളത്തിൽ മങ്കി പോക്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളാണ് ഇവിടുത്തെ ഈ ലോകത്തിലെ ഏത് എപ്പിഡമിക് ഉണ്ടായാലും ആദ്യം എത്തുന്നത് കേരളത്തിലാണെന്നും ആ കേരളത്തിലേക്ക് പോകണ്ടെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക. ഇത് എല്ലാ വർഷവും തുടർച്ചയായിട്ട് വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇത് എങ്ങനെയൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാ മേഖലകളെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ എല്ലാം വീണ്ടും ചർച്ച ചെയ്യപ്പെടണം. അത് പരിഹരിക്കണം. എല്ലാ വിഭാഗങ്ങൾക്കും ഇത് കേന്ദ്ര ഗവൺമെൻറ്റും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഏതാണ്ട് 25 വർഷം മുമ്പ് ആയുഷ് വിഭാഗങ്ങളെ ഹെൽത്ത് സർവീസിൻ്റെ കീഴിൽ നിന്ന് മാറ്റി ഇൻഡിപെൻഡൻ്റായിട്ടൊരു ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയത് ആ ഉദ്ദേശങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ബില്ല് ഇപ്പോൾ വരുന്നത്. ഈ ബില്ല് പാസ്സായി കഴിഞ്ഞു, ആക്ട് ആയിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാലഘട്ടം വരുമ്പോൾ, ഇതുവരെ അത് ശക്തമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് കേസുകളും പ്രശ്നങ്ങളും തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച പോലും നടത്താതെ പാസ്സാക്കിയ ഈ ബില്ല്, അതിൽ വന്നിട്ടുള്ള അപാകതകൾ ഏതെങ്കിലും ഒരു കമ്മിറ്റിയെ വെച്ച് പരിഹരിക്കുക. അതുമല്ലെങ്കിൽ ഞങ്ങളുടെ ഈ മെമ്മോറാണ്ടം സർക്കാരൊന്ന് പഠിച്ചിട്ട് അതിനുള്ള ഇതുണ്ടാക്കും. കാരണം ഹെൽത്ത് സർവീസ് സെക്രട്ടറി ഉണ്ട്, ഹെൽത്ത് സെക്രട്ടറി ഉണ്ട്, ആയുഷ് സെക്രട്ടറി ഉണ്ട്. ഇവർ തുല്യ ഇതിലിരിക്കുന്ന ആൾക്കാർ. പക്ഷേ ഇതിലൊന്നും ഞങ്ങളുടെ ആയുഷ് സെക്രട്ടറിക്ക് ഒരു പ്രാതിനിധ്യവും ഇല്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ DMOയ്ക്കോ പ്രാതിനിധ്യമില്ല. ആയുഷിലുള്ള ഒരു വിഭാഗത്തിൻ്റെ DMOമാർക്കും ഇതിനകത്ത് ഒരു റോളും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ മെമ്പർ സെക്രട്ടറി പോസ്റ്റും അവരുടെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനീതിയാണിത്. ഈ ആക്ട് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അത് ചില തൽപര കക്ഷികളുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ്. അതിന് യാതൊരു ചർച്ചയും നിയമസഭയിൽ നടന്നില്ല.
ഇനി പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചർച്ച നടക്കുകയും ഇതിനൊരു മാറ്റങ്ങൾ വരുത്താനുള്ള എന്തെങ്കിലും അധികാരികൾ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നാളെ ഈ ദക്ഷിണ മേഖല മീറ്റിംഗ് നടത്തുന്നത്. അത് പത്രക്കാരെങ്കിലും അത് കാര്യമായി പഠിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുജനാരോഗ്യ ബില്ലെന്ന് പേരുണ്ടെങ്കിലും അതിന് പൊതുജനാരോഗ്യ ബില്ലെന്ന് ഇടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പൊതുജനങ്ങൾ അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൊതുജന അനാരോഗ്യ ബില്ലാണ്, ആരോഗ്യ ബില്ലല്ല. ചികിത്സ തിരഞ്ഞെടുക്കുന്ന രോഗികൾക്ക് ഫൈനും പിഴകളും ചുമത്തും. അതും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ചികിത്സിക്കുന്ന ആയുഷ് ഡോക്ടർക്ക് ഫൈനുണ്ട്, ചികിത്സ എടുക്കുന്ന രോഗിക്കും ഫൈനുണ്ട്. അപ്പോൾ എത്രമാത്രം ആയുഷ് സിസ്റ്റങ്ങളെ കൂച്ചുവിലങ്ങിടാനുള്ള, കാരണം പബ്ലിക് എന്താണെങ്കിലും കൂടുതൽ ഇതാകുമ്പോൾ അവരും വിചാരിക്കും ഇത്രയും തലവേദന എടുക്കണ്ട, എങ്കിൽ പിന്നെ അവിടെ തന്നെ പോയി ചികിത്സിക്കാം. അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. ഒരു ലോബിയിൽ ചികിത്സാ വിഭാഗങ്ങളെല്ലാം ഒരു ഇതിലാക്കുക, അലോപ്പതി സിസ്റ്റത്തിൻ്റെ കീഴിൽ മാത്രം ആക്കുക എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ടുള്ള ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് പബ്ലിക് ഭാവിയിൽ മനസ്സിലാക്കാൻ പോകുന്നു. പക്ഷേ അതിൻ്റെ വില വളരെ വലുതായിരിക്കും. പക്ഷേ അന്നേരം നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം മാറ്റങ്ങൾ വരുത്തിയില്ല എങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ട് പൊതുജനങ്ങൾക്കുണ്ടാക്കും. ഈ ആയുഷ് ഡോക്ടർമാർക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി പബ്ലിക്കിന് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രൈവസി വരെ ബാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക് ഹെൽത്ത് ആക്ട് എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബാത്റൂമിൽ പോലും ഈ ഹെൽത്ത് ഓഫീസർ പറയുന്ന ഒരു ഉദ്യോഗസ്ഥന് വന്ന് പരിശോധിക്കാനുള്ള ഇതുവരെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ വരെ ഹനിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. നമ്മളിത് ഡീപ്പായിട്ട് നോക്കിയപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായത്. ഈവൻ ഞങ്ങൾ സെലക്ട് കമ്മിറ്റിയുടെ മീറ്റിംഗ് നമ്മുടെ അസംബ്ലി ബാങ്കറ്റ് ഹാളിൽ നടന്നപ്പോൾ ആരോഗ്യമന്ത്രിയും 12 സെലക്ട് കമ്മിറ്റി MLA മാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞത് അങ്ങനെ അതിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഓരോ പാരഗ്രാഫ് ഇന്ന പേജിൽ ഇത്രാമത്തെ ഖണ്ഡികയിൽ മാഡം വായിച്ചു നോക്കാൻ പറഞ്ഞു. പ്രൈവറ്റ് സെക്രട്ടറി എടുത്ത് പറഞ്ഞ് എടുത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ആക്ട് യഥാർത്ഥത്തിൽ മന്ത്രിയോ ഈ സെലക്ട് കമ്മിറ്റിയിലുള്ള MLA മാരോ പോലും നല്ലവണ്ണം വായിച്ച് നോക്കാതെ വെറും പ്രതിപക്ഷം എന്തോ കാരണത്തിൽ പിന്നെ അവിടെ പോയി വാക്കൗട്ട് നടത്തിയ സമയത്ത് 18 സെക്കൻഡ് കൊണ്ടാണ് ഈ ബില്ല് പാസ്സാക്കിയത്. അപ്പോൾ ഇത്രയും താല്പര്യം ഈ ഇതിൽ വരണമെങ്കിൽ ഇതിലെന്തോ ബാഹ്യശക്തികൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ശക്തികൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഇവിടെ ഈ ലോകത്തിനെയൊക്കെ ഗവേൺ ചെയ്യുന്ന കുറേ ശക്തികളുണ്ട്. അതിൽ ഒന്ന് ആയുധ വ്യാപാരികൾ, രണ്ടാമത്തെ ഫാർമ ലോബി. ഞങ്ങൾ ധരിക്കുന്നത് ആ ലോബി തന്നെ ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് നിവർത്തികെട്ട് പറഞ്ഞു പോയതാണ്. ഞങ്ങൾക്കിതൊരു പത്രത്തിലൊക്കെ വന്നാൽ ഇതിനൊരു ശ്രദ്ധ കിട്ടുകയും അതിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും പത്രസമ്മേളനമായിട്ട് ഇതിനു മുമ്പ് ഞങ്ങൾ വന്നിരുന്നു. ആക്ട് അയക്കുന്നതിന് മുമ്പ്, നിയമസഭയെ പാസ്സാക്കുന്നതിന് മുമ്പ് വന്നിരുന്നു. ഇപ്പോൾ രണ്ടാമതും വരുന്ന ഇതുകൊണ്ടാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഏത് ചികിത്സ ചെയ്യണമെന്നുള്ള അവകാശം പൗരൻ്റെ അവകാശമാണ്. അവനവൻ്റെ ശരീരത്തിലേക്ക് ഏത് മരുന്ന് കയറ്റിവിടണം, അല്ലെങ്കിൽ എന്ത് പ്രൊസീജിയറാണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം ഇതോടുകൂടി ഇല്ലാതാവുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയത്. രണ്ടാമത്തെ കാര്യം, ഡോക്ടർമാർ അത് എല്ലാ വിഭാഗങ്ങൾക്കും ഇന്ന് 5.5 വർഷത്തെ ഡിഗ്രി കോഴ്സും 3 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സും 3 വർഷത്തെ PhD ആണുള്ളത്. അപ്പോൾ ഈ ആയുഷ് വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മാത്രം വിലക്ക് കൽപ്പിക്കാൻ ഒരു വിഭാഗത്തിന് അവകാശവും അധികാരവും കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതിന് വേണ്ടത്ര ഒരു സഹകരണം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. ഇതിനകത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻ തയ്യാറാണ്. എല്ലാ പകർച്ചവ്യാധികളല്ല, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരെ ഉണ്ട്. ആർത്രൈറ്റിസ് ബഹുഭൂരിഭാഗം അസുഖങ്ങളും അതിൽ വരും. അല്ല, 52 എന്ന് പറയുമ്പോൾ അറിയില്ല, അതിനപ്പുറത്തേക്ക് പിന്നെ അധികം ഇല്ല. വേറൊന്നും കൂടെ അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പുതുതായി വരുന്ന രോഗങ്ങളും അവർക്ക് ഇതിൽ ഭാവിയിൽ വരാനിരിക്കുന്നത് രോഗങ്ങളും അവർക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. എപ്പിഡമിക്കായിട്ട് പ്രഖ്യാപിക്കാനും അത് ഈവൻ ചെങ്കണ്ണ അല്ല, ഒരു ഡയറിയ ഇതായിട്ട് വരുന്നെങ്കിൽ പോലും അത് പകർച്ചവ്യാധിയുടെ ഇതിൽപ്പെടുത്തി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്കും പിഴ, ഞങ്ങൾ മരുന്ന് തന്നാൽ ഞങ്ങൾക്കും പിഴ.
അതാണ് ഇപ്പൊ ഇനി വരാൻ പോകുന്ന അവസ്ഥ. നിയമസഭയിലെ പ്രതിപക്ഷം ഇത് കൊണ്ടുവന്ന് സംസാരിച്ച് പെട്ടെന്ന് തന്നെ 10 മിനിറ്റിന് മുമ്പ് അത് പാസ്സാക്കി എടുക്കുന്നതല്ലേ പറഞ്ഞത്? ഇല്ല, പ്രതിപക്ഷം വാക്കൗട്ട് നടത്തിയ സന്ദർഭത്തിലാണ്. പ്രതിപക്ഷം ഇതിനെക്കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. ഒരു 2 വർഷവും സംസാരിച്ചില്ല. സത്യം പറഞ്ഞു സംസാരിച്ചില്ല. അപ്പൊ ഇതിന്റെ ആരോഗ്യമന്ത്രിയായിട്ട് ഡയറക്റ്റ് ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കഷൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്താ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന്? എല്ലാം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാം. അല്ല, അവസാന ആക്ടിൽ ഇത് വരില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളും പിന്നീട് വന്നു. ഇതിനു മുമ്പ് ആദ്യത്തെ ഡ്രാഫ്റ്റിലുണ്ടായിരുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആയുഷ് ഡോക്ടർമാർക്ക് അധികാരമില്ലാന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ അതൊക്കെ മാറ്റി അത് 2-3 കാര്യങ്ങൾ ഞങ്ങൾ ആദ്യം പോയിന്റ് ഔട്ട് ചെയ്തതിൽ ചിലതൊക്കെ മാറ്റിയുണ്ടായി. പക്ഷേ ഈ പറഞ്ഞ പോലെ അധികാരം മുഴുവൻ ഒരു എപ്പിഡമിക് വരുമ്പോൾ ഇന്ന വിഭാഗത്തിനാണ്. അവർക്ക് ആ എപ്പിഡമിക്കിൻ്റെ സ്വഭാവം അനുസരിച്ച് എന്ത് നടപടികൾ സ്വീകരിക്കാനും ഇതിനകത്ത് അവകാശമുണ്ട്. അതാണ് എല്ലാ അസുഖത്തിന്റെ ഹബ്ബാണ് കേരളം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെന്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊതുവായിട്ട് റിപ്പോർട്ട് ചെയ്യാതെ പല കാര്യങ്ങളും രഹസ്യമാക്കി വെക്കുന്നത് എന്തുകൊണ്ടാണ്? അതിപ്പോൾ നമുക്ക് കോവിഡ് 3ാമത്തെ വാക്സിൻ വന്നപ്പോൾ ആൾക്കാരെടുത്തില്ല, ആൾക്കാർ ഓടിപ്പോയി. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ 22-22 വാക്സിൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് 2.5 വർഷം കഴിഞ്ഞു. ഇവിടെ എത്ര സഡൻ ഡെത്ത് നടന്നിട്ടുണ്ട് എന്ന് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? നമ്മളെന്നും കേൾക്കുന്നുണ്ടല്ലോ, കുഴഞ്ഞു വീണ് മരിച്ചു, കുളിച്ചുകൊണ്ടിരുന്നയാൾ മരിച്ചു, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്നയാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. ഞങ്ങൾ പറയണു ഈ 2 വർഷത്തെ കുഴഞ്ഞു വീണ് മരണം കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിനു മുമ്പത്തെ 10 കൊല്ലത്തിൻ്റെ കൂടുതലായി. 10 കൊല്ലം കൊണ്ട് മരിച്ച കൂടുതൽ ആൾക്കാർ ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് മരിച്ചു. അതേപോലെ തന്നെ കേരളത്തിൽ കോവിഡ് എത്ര ഉണ്ടായി എന്നുള്ളതിന് വല്ല റെക്കോർഡും ഉണ്ടോ? ഇപ്പോഴും കോവിഡ് ഉണ്ട്. അതെ ആണ്. അപ്പോൾ ഇത് മിക്കവാറും ഞങ്ങളിപ്പോൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഈ ഫാർമ കമ്പനികളുടെ അജണ്ടകൾ നമ്മളറിയാതെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. 3rd വേൾഡ് കൺട്രീസിൽ ഏറ്റവും കൂടുതൽ മരുന്ന് പരീക്ഷണം നടത്തുന്നത് ഇന്ന് ഏഷ്യൻ കൺട്രീസിലെ അൺഡെവലപ്ഡ് കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ മരുന്ന് പരീക്ഷണം. എന്തുകൊണ്ടാണ് ഡോക്ടർമാർക്ക് വിദേശത്ത് പോകാൻ ഫ്രീ ടിക്കറ്റ് കിട്ടുന്നത്? നമുക്കാർക്കും കിട്ടണില്ലല്ലോ. ആരാ ഇത് കൊടുക്കുന്നത്? കേരളമാണ് ഇന്ത്യയിൽ 7300 കോടി രൂപയുടെ മരുന്ന് കഴിക്കുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മൾ ഫുഡ്, നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ 3500 കോടിയുടെ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ മരുന്ന് 7300 കോടിയുടെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ കേരളം ഇതിൻ്റെ ഹബ്ബായതിൻ്റെ ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ. അല്ല, ഇതെല്ലാം കണക്കാക്കണം. നമ്മൾ പബ്ലിക് ഹെൽത്ത് ആക്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്ന് എപ്പോഴും നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനത്തിലെ അവസ്ഥകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ആരും പഠിക്കുന്നില്ല. ചില ഭാഗങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് ഞങ്ങളുടെ ക്രെഡിറ്റ് ആണെന്നും ഒക്കെ പറഞ്ഞ് എന്തെങ്കിലും കുറച്ച് ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങളുടെ. അപ്പോൾ വന്നതിൻ്റെ കണക്ക് ആരുടെ പേരിൽ പെടുത്തണം, ആരുടെ അക്കൗണ്ടിൽ പെടുത്തണം? അതാണ് ചോദ്യം. ഒരു പഠനവും നടക്കിയല്ല, ഒരു സർവേ നടക്കിയല്ല, ഒന്നും നടക്കില്ല. കാരണം ഇതെല്ലാം മൂടി വയ്ക്കുക. അത് കൂടുതലും മൂടി വയ്ക്കാൻ സാധിക്കുന്നതുകൊണ്ട്